നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മികച്ച വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ബിജെപി കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. നിയമസഭയിൽ അക്കൗണ്ട് തുറന്ന സാഹചര്യത്തിൽ സംസ്ഥാന ഘടകത്തിന് കൂടുതൽ അംഗീകാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ. നിയമസഭയിൽ പ്രായത്യമില്ല എന്ന ദുഷ്പേര് ബിജെപിക്ക് ഇനി പഴങ്കഥ. ഒ രാജഗോപാൽ നേമത്ത് വിജയിച്ചു കയറിയത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും ബിജെപിക്ക് ആശ്വാസമേകുന്നു. 10ഓളം മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയായെന്നതും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം മികച്ച നേട്ടമാണ്. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രന്റെ 89 വോട്ടിലെ തോൽവി ബിജെപിക്ക് അപ്രതീക്ഷിത തിരിച്ചടിയായി. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും മുൻ അധ്യക്ഷൻ വി മുരളീധരനും യഥാക്രമം വട്ടിയൂർക്കാവും കഴക്കൂട്ടത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ചതും ബിജെപി പ്രവർത്തകരെ ആവേശഭരിതരാക്കുന്നു. എന്നാൽ വിചാരിച്ചത്ര രീതിയിലുള്ള വോട്ട് വീതം വർദ്ധിപ്പിക്കാനായില്ലെന്നാണ് ബിജെപി നേതാക്കളുടെ പ്രാഥമിക വിലയിരുത്തൽ. 2011 6% നിന്ന് 11% വോട്ട് വീതം വർദ്ധിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ ബിജെപിക്ക് ലഭിച്ചത് 14% വോട്ടായിരുന്നു. എൻഡിഎയിലെ മുഖ്യ ഘടകകക്ഷിയും കേരള രാഷ്ട്രീയത്തിലെ നവജാത ശിശുവുമായ BDJSനും കാര്യമായ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനായില്ല. BDJSന്റെ ശക്തി കേന്ദ്രങ്ങളെന്ന് വിശേഷിപ്പിച്ചിരുന്ന ഇടുക്കിയിലും ആലപ്പുഴയിലും 3ാം സ്ഥാനത്തെത്താൻ മാത്രമേ പാർട്ടി സ്ഥാനാർത്ഥികൾക്കായുള്ളൂ. എങ്കിലും BDJS സഖ്യം ഗുണം ചെയ്തു എന്ന വിലയിരുത്തലാണ് ബിജെപി നേതാക്കൾക്കുള്ളത്. നല്ല രീതിയിലുള്ള വോട്ട് ഷെയർ വാസ്തവത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. BDJS സർവ്വശക്തി ഉപയോഗിച്ച് NDയോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്, JSS പ്രവർത്തിച്ചിട്ടുണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്. എല്ലാവരും വളരെ സംയുക്തമായി ഒരു ടീമായി നിന്നുകൊണ്ട് തന്നെയാണ് LDFന്റെയും UDFന്റെയും വെല്ലുവിളികളെ നേരിട്ടത്. തിരുവനന്തപുരം ജില്ലയിലാണ് ബിജെപി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. നെടുമങ്ങാടും പാറശാലയിലും തിരുവനന്തപുരത്തും പാർട്ടി സ്ഥാനാർത്ഥികൾ 30,000-ലധികം വോട്ടുകൾ പിടിച്ചു. ചാത്തന്നൂര് 2ാം സ്ഥാനത്തെത്തിയതും കൊല്ലം ജില്ലയിലെ ബിജെപിയുടെ ഏറ്റവും വലിയ നേട്ടമായി. നാളെ ചേരുന്ന ബിജെപി കോർ കമ്മിറ്റി കേരള രാഷ്ട്രീയത്തിൽ തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികൾക്ക് ആദ്യ രൂപം നൽകും. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും അടയാളപ്പെടുത്തുക ബിജെപിയുടെ അക്കൗണ്ട് തുറക്കൽ തന്നെയാകും. ഏറെ നാളത്തെ പരിശ്രമത്തിന് ശേഷം നേടാനായ വിജയം ബിജെപി പ്രവർത്തകരുടെ ആവേശത്തെ ഇരട്ടിയോളമാക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അനൂപി നായർക്കൊപ്പം PG പ്രബോധ്, റിപ്പോർട്ടർ.